മലയാളത്തിലെ എവർഗ്രീൻ ഹിറ്റ് കൂട്ടുകെട്ടുകളിലൊന്നായ മോഹൻലാലും ശ്രീനിവാസനും കേന്ദ്ര കഥാപാത്രങ്ങളായി അഭിനയിച്ച് 1990-ൽ പുറത്തിറങ്ങിയ സിനിമയാണ് പ്രിയദർശൻ സംവിധാനം ചെയ്ത അക്കരെ അക്കരെ അക്കരെ. സത്യൻ അന്തിക്കാട് സംവിധാനം ചെയ്ത നാടോടിക്കാറ്റ്, പട്ടണപ്രവേശം എന്നീ ചിത്രങ്ങൾ അടങ്ങുന്ന പരമ്പരയിലെ മൂന്നാമത്തെ ചിത്രമായിരുന്നു അക്കരെ അക്കരെ അക്കരെ. ശ്രീനിവാസൻ രചന നിർവഹിച്ച പ്രിയദർശൻ സംവിധാനം ചെയ്ത ചിത്രം. വർഷങ്ങൾക്കിപ്പുറവും റിപ്പീറ്റ് വാല്യൂവിന്റെ കാര്യത്തിൽ അക്കരെ 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 മുൻപന്തിയിലാണ്. ഈ ചിത്രത്തിന്റെ റിലീസിന് ശേഷം ദാസിനെയും വിജയനെയും പോലെ തന്നെ ശ്രദ്ധ നേടിയ ഒരാളായിരുന്നു വില്ലൻ കഥാപാത്രമായ പോൾ ബാർബറും. ഒരു അമേരിക്കക്കാരൻ തന്നെയാണ് പോൾ ബാർബറായി അഭിനയിച്ചത്. മ്യൂസിയത്തിൽ നിന്ന് മോഷണം പോയ ഒരു സ്വർണ്ണ കിരീടത്തിനെ പറ്റിയുള്ള അന്വേഷണത്തിനായി CIDകളായ ദാസനും വിജയനും അമേരിക്കയിലേക്ക് പോകുന്നതും അവിടെ വെച്ചുണ്ടാകുന്ന രസകരങ്ങളായ സംഭവ വികാസങ്ങളുമായിരുന്നു ചിത്രം പറഞ്ഞത്. മുകേഷ്, മണിയൻപിള്ള രാജു, സോമൻ, പാർവതി, നെടുമുടി വേണു എന്നിവരും ചിത്രത്തിൽ പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിരുന്നു. വില്ലൻ കഥാപാത്രമായ പോൾ ബാർബറിനെ പിന്നീട് ഒരു മലയാള സിനിമയിലും കണ്ടിട്ടുമില്ല. ഇന്റർനെറ്റിലും ഈ നടനെ കുറിച്ചുള്ള വിവരങ്ങളൊന്നും ലഭ്യമല്ല. ഇപ്പോഴിതാ പോൾ ബാർബറാകാനുള്ള നടനെ പ്രിയദർശനും സംഘവും എങ്ങനെയാണ് കണ്ടെത്തിയതെന്ന രസകരമായ കഥ പങ്കുവച്ചിരിക്കുകയാണ് നടൻ മുകേഷ്. കുറച്ചു നാളുകൾക്ക് മുൻപ് ഒരു ചാനൽ ഷോയിൽ പങ്കെടുത്തപ്പോഴാണ് അക്കരെ 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 എന്ന സിനിമയുമായി ബന്ധപ്പെട്ട പിന്നാമ്പുറ കഥകൾ മുകേഷ് പങ്കുവച്ചത്. നല്ലൊരു വില്ലൻ വേണമെന്ന പ്രിയദർശന നിർബന്ധമുണ്ടായിരുന്നു. സിനിമയിലെ വില്ലന്റെ പേര് പോൾ ബാർബർ എന്നായിരുന്നു. പോൾ ബാർബർ ഗംഭീരമായിരിക്കണം, മാത്രമല്ല അമേരിക്കക്കാരൻ തന്നെ ആകണമെന്നും പ്രിയദർശന നിർബന്ധമുണ്ടായിരുന്നു. അമേരിക്കയിലെ അഭിനേതാക്കൾ മണിക്കൂർ കണക്കാക്കിയാണ് ഡോളർ നിശ്ചയിച്ച പ്രതിഫലം വാങ്ങുന്നത്. പോൾ ബാർബർ എന്നത് വലിയ റോളുമാണ്. ഒരുപാട് ദിവസത്തെ ഷൂട്ടും ആവശ്യമാണ്. നമ്മുടെ കൂടെ എപ്പോഴും അയാൾ സഞ്ചരിക്കുകയും വേണം. വില്ലന് വേണ്ടി മാത്രം നല്ലൊരു തുക ചിലവാക്കേണ്ടിയും വരും. അമേരിക്കയിലെ നാടക നടന്മാരെ പോലും കാസ്റ്റ് ചെയ്യാൻ നമുക്ക് കഴിയില്ല. കാരണം അവർ പോലും വലിയ തുകയാണ് പ്രതിഫലമായി പറയുക. പക്ഷെ വില്ലന്റെ കാര്യത്തിൽ പ്രിയദർശൻ ഒരു കോംപ്രമൈസിനും തയ്യാറായിരുന്നുമില്ല. അങ്ങനെ ഒരു ദിവസം ഒരു ഗാർഡനിൽ ഷൂട്ട് നടക്കുന്ന സമയത്ത് ഒരു വലിയ ട്രാഫിക് സിഗ്നലിനരികിലായിരുന്നു ഈ ഗാർഡൻ. അവിടെ ഒരു കാർ വന്നു നിന്നു. അതൊരു ഓപ്പൺ കാർ ആയിരുന്നു. അതിൽ നിന്നും ഒരു സായിപ്പ്, വെളുത്ത് തുടുത്ത് താടിയൊക്കെയുള്ള ഒരാൾ ഇരിക്കുന്നു. ഒപ്പം ഒരു പെൺകുട്ടിയുമുണ്ട്. ഇയാളെ ശ്രദ്ധിച്ച പ്രിയദർശൻ തന്റെ പോൾ ബാർബർ ഇതുപോലെ ആയിരിക്കുമെന്ന് ഞങ്ങളോട് പറഞ്ഞു. ഇയാൾ പോൾ ബാർബർ ആകാൻ വളരെ ആപ്റ്റായ വ്യക്തിയാണ് എന്നും പ്രിയദർശൻ അപ്പോൾ പറയുകയുണ്ടായി. ശേഷം സിനിമാ നിർമ്മാതാവ് വിജയകുമാർ അയാളെ സമീപിച്ച സിനിമയിൽ അഭിനയിക്കാമോ എന്ന് ചോദിച്ചു. അയാൾക്ക് ഷോക്കായി. കാരണം അവിടെ മറ്റെന്തോ ജോലി ചെയ്യുന്ന വ്യക്തിയാണ് ഇദ്ദേഹം. തങ്ങളുടെ വില്ലൻ കഥാപാത്രത്തിന് താങ്കളുടെ ഛായയാണ് ഉള്ളതെന്ന് അദ്ദേഹത്തോട് പറഞ്ഞപ്പോൾ എത്ര രൂപ നൽകുമെന്നായി അദ്ദേഹത്തിന്റെ ചോദ്യം. എത്ര ശമ്പളമാണോ താങ്കൾക്ക് ജോലിയിൽ നിന്നും ലഭിക്കുന്നത് അതിനേക്കാൾ $10 കൂടുതൽ നൽകാമെന്ന് വിജയകുമാർ പറഞ്ഞു. ഉടനെ അയാൾ കാർ ഒതുക്കി ഷൂട്ടിംഗ് സംഘത്തോടൊപ്പം ചേർന്നു. മുൻപൊന്നും അഭിനയിച്ചിട്ടുള്ള ആളെയല്ല അദ്ദേഹം, പക്ഷെ ഉഗ്രനായി ചെയ്തു. വലിയ വിജയമായിരുന്നു ആ കഥാപാത്രം എന്ന് മുകേഷ് കൂട്ടിച്ചേർത്തു.